ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് കണ്ടന്റ് ആണ്. ഇന്ന് പ്രോഡക്റ്റ് റിവ്യൂ അല്ല. കഴിഞ്ഞ വീഡിയോ കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷെ സപ്പോർട്ട് ചെയ്തവർക്കെല്ലാം നന്ദി. താങ്ക് യു. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വെറൈറ്റി കണ്ടന്റ് ആണ്. എന്തായിരിക്കും എന്ന് ഗസ് ചെയ്യാൻ പറ്റും? ഞാൻ തന്നെ പറയാം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ. അപ്പൊ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ പുതിയ കണ്ടന്റ്സിനായി എൻ്റെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇന്ന് തമ്മിലേ കണ്ടാണ്, എങ്കിലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഞാൻ പറഞ്ഞത് എന്താണ് ഇന്നത്തെ കണ്ടന്റ്. ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ഒരാൾക്ക് നമ്മുടെ അടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് ഒരാളടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലേ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരാളടുത്ത് ഇഷ്ടം പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത് ഇഷ്ടം നമ്മളെ തുറന്ന് പറയാം. ഇത് ബോയ്സിനും ഗേൾസിനും എല്ലാവർക്കും കാണാൻ ഈ വീഡിയോ. അപ്പം എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യാം. അപ്പം നമ്മളടുത്ത് ഒരാൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ലേ, അതെങ്ങനെ അറിയും? അത് അറിയാനായിട്ട് അത് നമ്മളെ തന്നെ നോക്കി, നമ്മളെ ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ നോക്കി, നമ്മളങ്ങനെ നോക്കുമ്പോ ഇങ്ങനെ നോക്കണം. നീ കാണുന്നില്ലേ ആ കണ്ണുകളിലെ പ്രണയം? ഇങ്ങനെ ഒന്നും നോക്കല്, സാധാരണ ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ ആക്കി നോക്കണം. അപ്പം അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ നമുക്കറിയാൻ പറ്റും. അവര് നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അത് ബോയ്സ് ആണ് ഗേൾസിന് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവര് കൊണ്ടുവന്ന് കേസ് കൊടുത്ത് നിങ്ങൾ ജയിലിൽ പോകും. അതൊന്നും എനിക്ക് പറയാറിഞ്ഞൂടാ. പക്ഷേ ഒരാനെ കുത്താമെന്ന് നമ്മൾ തിന്നും ഒരിക്കലും ചെയ്യരുത്, ദഹനക്കേട് വരും. ഒരു പെണ്ണ് നിങ്ങളെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായ, അവർക്ക് ഇഷ്ടം ഉണ്ടാവണമെന്നുമില്ല. മനസ്സിലായില്ലേ? ഇഷ്ടം ഉണ്ടാവണമെന്നുമില്ല. പക്ഷേ ചിലപ്പോ അവർക്ക് ഇഷ്ടം ഉണ്ടായിരിക്കും. ചിലപ്പോ അവര് ഫസ്റ്റ് കണ്ടതിന്റെ ഒരു അട്രാക്ഷൻ, അതും പറയുന്നത്. അപ്പോ നമ്മളെ തന്നെ വീണ്ടും നോക്കും. നമ്മൾ എണീച്ച് എന്ന് ആ വ്യക്തിയുടെ സംസാരിച്ചിട്ട് ആ വ്യക്തി നമ്മുടെ അടുത്ത് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പിന്നെ സംസാരിക്കും. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ തിരിച്ച് പൊയ്ക്കണം വീട്ടിലോട്ട്. കേട്ടോ, ഇവിടെ കയറി എന്നാ ചുമ്മാ ആടിയൊന്നും ആ ചോദിക്കും. ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തതെന്നൊന്നും പറയും. അപ്പൊ അവർക്ക് നമ്മളടുത്ത് ഇഷ്ടമുണ്ടോ ഇല്ലേ? ഇപ്പൊ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പോവാൻ നേരത്തൊക്കെ അവര് പറയും കുറച്ച് കഴിഞ്ഞ് പോവാം. ശരി, ഇനി കുറച്ച് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് പോവാന്നൊക്കെ പറയും. അപ്പോഴും നമ്മൾ വിചാരിക്കും അപ്പോഴും അത് ഇഷ്ടമാവണമെന്നില്ല. മനസ്സിലായ? തന്റെ നാക്ക് ശരിയല്ല, താൻ കഴിക്കണ്ട. ആ സാമ്പാർ ഇവിടെ കുത്തി മറിക്കാൻ മാറിക്കാൻ തോണ്ടി കളിക്കണം. ചിലപ്പോൾ അതൊരു ക്രഷ് ആയിരിക്കാം, ചിലപ്പോൾ അതൊരു അട്രാക്ഷൻ ആയിരിക്കാം, ചിലപ്പം ഒന്നുമില്ലായിരിക്കും. പക്ഷേ നമുക്ക് വീണ്ടും അത് ഇഷ്ടമാണെന്ന് നമുക്ക് ഉറപ്പിക്കണോ? അവരടുത്ത് ചാടി കയറി ഫോൺ നമ്പരൊന്നും കയറി കൊടുക്കില്ല, ഇൻസ്റ്റയൊന്നും കയറി ചോദിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർ ഇങ്ങോട്ട് തന്നെ നമ്മൾ ചോദിക്കാറ്. നമ്മൾ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ അവര് മെസ്സേജൊക്കെ അയച്ചു തുടങ്ങും. നിങ്ങളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മെസ്സേജ്, രണ്ടുപേരും നല്ല കോൺവെർസേഷൻ ഇട്ടുകൊണ്ടിരിക്കും. ഈ കോളൊക്കെ വിളിച്ചു തുടങ്ങുമ്പോൾ അവർ നല്ല ഹാപ്പി ആയിട്ട് സംസാരിക്കും. അപ്പോഴും വിചാരിക്കില്ല അവർക്ക് നിങ്ങളടുത്ത് ഇഷ്ടമുണ്ടോ ഉണ്ടെന്ന്.
അങ്ങനെയൊന്നും വിചാരിച്ച അവസാനം കരയും മോനെ, നീ കരയും, അത്ര തന്നെ, അത്ര എനിക്ക് പറയാവുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. അപ്പം നമ്മള് അവരുടെ അടുത്ത് മാക്സിമം പറയാൻ ശ്രമിക്കണം. നമ്മളാ ഇതിലൂടെ അവര് തന്നെ പറയാൻ ശ്രമിക്കും. അവർക്ക് എന്തോ ഇഷ്ടമുണ്ട് അങ്ങനെ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമാണ്. മനസ്സിലായ? എനിക്കൊന്നും മനസ്സിലായില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. അത് ശരിയാ. എന്ത് ശരി? ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻ കുട്ടി പറയുന്നതാ ശരി, പക്ഷെ മഹാദേവൻ പറയുന്നതാ ശരി. എന്താ? അപ്പോൾ അതാണ് സംഭവം. മനസ്സിലായല്ല? അടുത്തത്, നിങ്ങളടുത്ത് നിങ്ങൾക്കൊരാളെ ഇഷ്ടമുണ്ടോ ഇല്ലയോ അതെങ്ങനെ അറിയും? ഇപ്പൊ നിങ്ങളൊരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, പോയാവട്ടെ കേളാവട്ടെ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ആള് പെട്ടെന്നൊരു ദിവസം മെസ്സേജ് അയക്കാതെ, കോൾ വിളിക്കാതെ, അല്ലെങ്കിൽ കാണാതെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ വരുമല്ലോ. അതായത് ആളിന്ന് വന്നില്ലല്ലോ, ഇത് ചിലപ്പോ അത് ഇഷ്ടമാണെന്നൊന്നും ഇല്ല. പക്ഷെ അത് 2-3 ദിവസം വരാതിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ നല്ല ഫീൽ ആവണമെങ്കിൽ അത് കണ്ടിപ്പാ ഇഷ്ടമാണ്, ഉറപ്പാണ്. നിന്നെ സമ്മതിച്ചിരിക്കുന്നു മഹാദേവ. അപ്പം അതിനെയൊക്കെ മനസ്സിലായ, അതൊക്കെ പ്യുവർ ലവ് ആണ്. മറ്റത് അവൻ വീട്ടിൽ പോയെങ്കിൽ എന്ത്, അവൻ അവധി എടുക്കുമെങ്കിൽ എന്ത്, അങ്ങനെ ചിന്തിക്കുന്ന നമ്മളെ മൈൻഡ് സെറ്റ് ആണെങ്കിൽ അത് ഇഷ്ടമല്ല. പറഞ്ഞു വന്ന പാപ്പത്തിന്റെ ഫ്ലോ അങ്ങോട്ട് പോയി. കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോ പെൻ ഡ്രൈവ് ആയി കൊടുക്കല്ലേ. നമുക്കൊരാളെ ഇഷ്ടമാണ്, അപ്പൊ നമ്മൾ അതെങ്ങനെ പറയും, അതാണ് അടുത്തത്. അതാണ് ഇൻട്രസ്റ്റിംഗ്. കേട്ടോ നമസ്കാരം. ഇതിനെ കുറിച്ച് 2 വാക്ക് പറ. അപ്പം എങ്ങനെ നമ്മൾ പറയും? ഫസ്റ്റ് അവക്ക് ചേട്ടനാ അനിയനാ വല്ലതും ഉണ്ടാന്നൊക്കെ പോയി പറഞ്ഞാൽ മതി. ഞാനല്ല ജിമ്മിലൊക്കെ ആണെങ്കിൽ ഒരിക്കലും എന്റെ പുറകെ പോയി. അജിയേട്ടാ ഇവിടെ പിന്നെ അടുത്തത് മെയിൻ കാര്യം, അവര് സിംഗിൾ ആണെന്ന് അന്വേഷിക്കും. മറ്റേ സിനിമയിലൊന്നും കാണുന്നവരെ കണ്ണി കണ്ട് സിംഗിൾ ആണെന്ന് പറയാൻ അത് എന്തോന്ന് ലോജിക്കാന്ന് എനിക്കറിയാം. പക്ഷേ അങ്ങനെയാണ് കണ്ണിൽ നോക്കി എനിക്കറിയാം സിംഗിളാണ്. എനിക്ക് അതിനുള്ള കഴിവുള്ളവന്മാരങ്ങനെ നോക്കിക്കും, കുഴപ്പമില്ല. എന്നാ പിന്നെ പോയാലോ? എന്തിന്? അവളുടെ വീക്ക് പോയിന്റ് പിടിക്കണമെന്ന് ഇവൻ പറഞ്ഞില്ലേ? വരട്ടെ. എന്നിട്ട് നമ്മൾ ആ കൊച്ചിൻ്റെ അടുത്ത് ഫ്രണ്ടിൽ ആദ്യം ചെയ്യണം, ഇങ്ങനെ ചെന്ന് നിൽക്കണം. എന്നിട്ട് അങ്ങ് ഇഷ്ടമാണെന്ന് പറയണം, അത്രേ ഉള്ളൂ. അടി കിട്ടണമെങ്കിൽ അടിയും മാച്ചോണ്ട് ഈ പറഞ്ഞു. പക്ഷേ ഇഷ്ടമാണെന്ന് അവർ ഒന്നും യെസ് ഓർ നോ പറയാതെ യെസ് ഓർ നോ പറയാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ ഇഷ്ടമുണ്ട്, ഉറപ്പാണ്. അതിനിപ്പോ എന്താ വേണം? കോച്ചേട്ടൻ തലേകുത്തിക്കണം അവിടെ. അതൊന്നും വേണ്ട, മുണ്ടായതുകൊണ്ട് ബോറായിരിക്കും. എന്ത് പറയാൻ, ഇഷ്ടമുണ്ട് ഗൈസ്, ഇഷ്ടമുണ്ട് അവർക്ക്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്തത് വെറുതെ ഒരു കോമഡിക്കൊക്കെ വേണ്ടിയാണ്. പക്ഷേ ഗേൾസ്, ഇത് നിങ്ങൾ അറിയണം, ചില ബോയ്സ് ഒക്കെ ഉണ്ട് ഇങ്ങനെ, നിങ്ങൾ എത്രയൊക്കെ ഹർട്ട് ചെയ്താലും, നിങ്ങൾ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവർ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പിന്നെയും പറയുക. നിങ്ങൾ എത്രയൊക്കെ റിജക്ട് ചെയ്താലും പറയുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിലപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു യെസ് എന്ന് പറയുന്ന ആ ഡിസിഷനിലായിരിക്കും അവരുടെ ലൈഫ് തന്നെ മാറണം, കൂടെ നിങ്ങളെ ലൈഫും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഡിസിഷൻ ആയിരിക്കും അത്. സത്യമാണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ബോയ്സിന് തന്നെ ഗേൾസിന് വേണം. പക്ഷേ ഒരു ഗേള് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരു ബോയെ കൊണ്ടൊന്നും അത് അവനൊക്കെ ഒരു ലെവലിലെത്തുക, ഇതൊക്കെ വേറെ ലെവലാണ്. അതുപോലെ തന്നെ തിരിച്ച് ബോയ്സ്, മനസ്സിലായ? അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ബോയ്സിൻ്റെ അടുത്താണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. ഒരു സ്നേഹിക്കുക ഒരാൾ കൂടെ കാണും, ലവ് പറയുന്ന, പക്ഷേ ചുമ്മാ 2-3 പേരെ സൈഡിൽ ബാക്കപ്പ് ആയിട്ട് അങ്ങനെയൊന്നും വെച്ചേക്കില്ല. അതൊക്കെ എന്ത് പറയാൻ, ഉള്ള ഒരാൾ മതി, അതാണ് ഹാപ്പിനെസ്. ചുമ്മാ കൊണ്ടുവന്ന് ഓരോരുത്തരെയൊക്കെ ചുമ്മാ ഇങ്ങനെ ചെന്നല്ലെങ്കിൽ പറയുന്നൊക്കെ ആദ്യമൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. പക്ഷെ റിയൽ ലൈഫിലോട്ട് വരുമ്പോഴേ അത് മനസ്സിലാവും. പിന്നെ അടുത്ത് ഗേൾസിൻ്റെ അടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു ബോയ് ഫ്രണ്ട് കാണും, നിങ്ങൾ ബാക്കപ്പ് ആയിട്ട് 2-3 പേരെ വെച്ചേക്കൊന്നുണ്ടാവും.
ചിലവര് അങ്ങനെ വെക്കാത്തവരും ലോയൽ ആയിട്ടുള്ളവരും ഉണ്ട്. ബോയ്സിലും അതുപോലെ ലോയൽ ആയിട്ടുള്ളവരും ഉണ്ട്. ഞാൻ അല്ലാതെ കുറച്ച് പേരെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട്സ്, ബെസ്റ്റി എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇങ്ങനെ വെച്ചേക്കരുത്. അതൊക്കെ എന്ത് പറയാ, ഞാൻ പറഞ്ഞില്ല, റിയൽ ലൈഫിൽ വരുമ്പോഴേ എല്ലാവർക്കും മനസ്സിലാകും. അപ്പോഴും നമ്മൾ എപ്പോഴും ഉള്ള ലൈഫ് അത്ര ഹാപ്പി ആയിട്ട് ജീവിക്കുക ഒരാളെ കൂടി, അതാണ് സന്തോഷം. അത് ഇപ്പം തുടരാൻ പറ്റൂലെങ്കിൽ ഇല്ലെന്ന് തന്നെ ഇല്ലെന്ന് തുറന്നെന്ന് പറയണം. നല്ല ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും പോകും. രണ്ടുപേരും ചുമ്മാ വഴക്കൂടി അങ്ങനെ പിരിഞ്ഞ് അങ്ങനെയൊന്നും പോകാൻ പാടില്ല. നല്ല ഹാപ്പി ആയിട്ട് പറഞ്ഞ് പിരിഞ്ഞങ്ങ് പോകുക, അതാണ് ലൈഫ്. അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം, ഞാൻ പറഞ്ഞ കണ്ടന്റ് ഇതുമായിട്ടൊരു ബന്ധമില്ല, ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്റെ വീഡിയോ കണ്ടിട്ട് ചെന്ന് ഇതുപോലെ ഒന്നും കാണിക്കില്ല, ചിലപ്പം അടിയെ കിട്ടും. ഇതിന് എന്റെ പേര് പറയും. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. അഭിമാനമുണ്ട് ഗോവിന്ദ, അഭിമാനമുണ്ട്. അപ്പം ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ബൈ ബൈ.